ഹായ് എവരിവൺ. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സർക്കുലേഷനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 3 തരത്തിൽ നമ്മളുടെ ഈ സർക്കുലേഷനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ജനറൽ സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ, മറ്റൊന്ന് പൾമനറി സർക്കുലേഷൻ, വേറൊന്ന് പോർട്ടൽ സർക്കുലേഷൻ. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പൾമനറി സർക്കുലേഷനെ പറ്റിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പൾമനറി സർക്കുലേഷൻ നമ്മുടെ ലങ്സും അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മളെ ജനറൽ സർക്കുലേഷൻ്റെ ഒരു ഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പൾമനറി സർക്കുലേഷനിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു. ലങ്സിലേക്ക് പോകുന്നത് ഓക്സിജനേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അശുദ്ധ രക്തം ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ കുറഞ്ഞ ബ്ലഡ് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പടം കാണാം. ഈ പടത്തിൽ നമ്മൾ കാണുന്നത് ആൽവിയോളസ്. ഇത് ലങ്സിനകത്തെ എയർ സാക്ക് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഹാർട്ടിലെ റൈറ്റ് സൈഡിലാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡിയിൽ നിന്ന് വന്ന് ചേരുന്നത്. അവിടെ ഒരു ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവയുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ അവിടുത്തെ റൈറ്റ് ഏട്രിയത്തിൽ ആദ്യം എത്തുന്നു. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ബ്ലഡ് എപ്പോഴും പുറത്തേക്ക് പോകുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ പൾമനറി ആർട്ടറി വഴി ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പൾമനറി ആർട്ടറി 2 ബ്രാഞ്ചസ് ആകുന്നു. ആൻഡ് ഓരോ ബ്രാഞ്ചും ഓരോ ലങ്സിലേക്ക് പോകുന്നു. ഇനി ഈ ലങ്സിൽ എത്തുന്ന ബ്ലഡ് അവിടെ വീണ്ടും ചെറിയ ആർട്ടീരിയോൾസ്, ദെൻ കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ആൽവിയോളസ്, ഇതിനെ പറയുന്ന പേരാണ് ആൽവിയോളസ് അല്ലെങ്കിൽ എയർ സാക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കാപ്പിലറി ആണ്, ഇത് ആൽവിയോളെ ആണ്. ഈ മെംബ്രെയിനെ പറയുന്ന പേരാണ് ആൽവിയോളാർ കാപ്പിലറി മെംബ്രെയിൻ. അപ്പൊ ഇത് ഒരു സിംഗിൾ ലെയർഡ്, ഈ ആൽവിയോളെ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർഡ് എയർ സാക്ക് ആണ്. ഇത് കാപ്പിലറീസ് ആണ്. ആൽവിയോളസിന്റെ ചുറ്റും ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ടാകും. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഈ ആൽവിയോളസിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള എയർ ഉണ്ട്, ഓക്സിജൻ കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയർ ഉണ്ട്. പിന്നെ ഈ കാപ്പിലറീസിൽ ഓക്സിജൻ കുറവുള്ള ബ്ലഡ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ കുറവുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് നമ്മളുടെ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഈ വരുന്ന ഈ ആൽവിയോളസിലേക്ക് അല്ലെങ്കിൽ ആൽവിയോളസിന്റെ ചുറ്റിലുള്ള ഈ കാപ്പിലറീസിലേക്ക് വരുന്ന ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്നത് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹീമോഗ്ലോബിനകത്ത് ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ആൽവിയോളസിലേക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ ഈ ബ്ലൂ ആരോ കാണിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് കൊടുക്കുന്നു. അതിന് പകരം ഈ ആൽവിയോളസിനകത്തുള്ള ഓക്സിജനെ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഈ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണെന്ന്. ഓക്സിജനേറ്റഡ് ആയതിനു ശേഷം ഇത് വീണ്ടും തിരിച്ച് പൾമനറി വെയിൻസ്, ദർ ആർ 4 പൾമനറി വെയിൻസ്, 4 പൾമനറി വെയിൻസ് ഉണ്ട്. ഈ 2 എണ്ണം വീതം ഓരോ ലങ്സിൽ നിന്നും പുറപ്പെട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്ന് എത്തുന്നു. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വളരെ ചുരുക്കത്തിൽ മറ്റൊരു പിക്ചറിൽ കൂടെ കാണാം. ഇവിടെ നമുക്ക് കാണാം, ഇത് ഹാർട്ടിന്റെ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. പൾമനറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ, ഈ ബ്ലഡിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മളുടെ ലങ്സിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ലങ്സിനകത്തു നിന്നുള്ള ഓക്സിജനേറ്റഡ്
ഓക്സിജനെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആകുന്നു. അവിടുന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് പൾമനറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. അവിടുന്ന് അത് ജനറൽ സർക്കുലേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ താഴെ കാണിച്ചിരിക്കുന്നത് ജനറൽ സർക്കുലേഷൻ ആണ്. അവിടെ വീണ്ടും ജനറൽ സർക്കുലേഷനിൽ പോകുന്ന ബ്ലഡ് വീണ്ടും ആർട്ടറീസ്, ആർട്ടീരിയോൾസ്, കാപ്പിലറീസ് ആയിട്ട് കാപ്പിലറീസിൽ കൂടെ വീണ്ടും എക്സ്ചേഞ്ച് നടക്കുന്നു. ഇത് ബോഡിയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീ ഓക്സിജനേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഇത് വീണ്ടും തിരിച്ച് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീനക്കാവാം. ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് ഒറ്റ ഒരു വെസൽ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. തിരിച്ച് റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ വീണ്ടും ഇവിടെ പൾമനറി സർക്കുലേഷനിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് പൾമനറി സർക്കുലേഷൻ. പൾമനറി സർക്കുലേഷൻ എന്ന് വെച്ചാൽ ലങ്സിലൂടെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ. അത് ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നത് ഓക്സിജനേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രക്തം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശുദ്ധിയാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റിയിട്ട് ഓക്സിജൻ, കാരണം നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ ആണ്. അപ്പോൾ അങ്ങനെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇവിടെ എത്തുന്നു, ലെഫ്റ്റ് സൈഡിൽ എത്തുന്നു. അവിടെ നിന്നാണ് അത് ബോഡിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയ, അനാട്ടമിയൊക്കെ പഠിച്ചു തുടങ്ങിയ ആളുകൾ, അതുപോലെ നമ്മൾ പഠിത്തം കഴിഞ്ഞു, തിയറി ഒക്കെ കുറച്ച് മറന്നു തുടങ്ങി, എന്നാൽ എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതണം, DHA അല്ലെങ്കിൽ ഹാദ് അല്ലെങ്കിൽ NCLEX RN ഒക്കെ എഴുതണമെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്, അനാട്ടമി കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.